ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. നമ്മുടെ പേരൻസിൻ്റെ ഒക്കെ ഉള്ളൊരു പ്രശ്നമാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ മലയാളാക്ഷരങ്ങൾ സ്റ്റാർട്ട് ചെയ്യും, മാത്സിൻ്റെ ബേസിക്സ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും, ഇംഗ്ലീഷിൻ്റെ ആൽഫബറ്റ്സ് ഒക്കെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളത്. ഇനി ചിലരുടെ പ്രശ്നമാണ് സ്കൂളിലേക്ക് കുട്ടികൾ പോയി എത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള ചില സബ്ജക്റ്റുകളിലെ കണ്ടൻറ്റ് പ്രയാസം എന്നൊക്കെ. എന്താണ് ഇതിൻ്റെ ശരിയായ പ്രധാന പ്രശ്നം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുട്ടികളിലെ യഥാർത്ഥ പ്രശ്നം കണ്ടെത്തി അതിനാണ് നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ മാതൃഭാഷ മലയാളം തന്നെ എടുക്കാം. എത്ര കുട്ടികൾക്ക് തെറ്റുകൂടാതെ സെൻറ്റൻസുകൾ വായിക്കാനും എഴുതാനും സാധിക്കും? കുറച്ച് കുട്ടികൾക്ക് സാധിക്കും, കുറച്ച് കുട്ടികൾക്ക് സാധിക്കില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശരിക്കും അവർക്ക് ആ അക്ഷരങ്ങൾ എവിടെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ ആ ചിഹ്നങ്ങൾ എവിടെ ഉപയോഗിക്കണം, അക്ഷരങ്ങളുടെ ചിഹ്നങ്ങൾ എവിടെ ഉപയോഗിക്കണം എന്ന് അറിയില്ല. അത് അവരുടെ മനസ്സിലേക്ക് ഉറച്ചു കഴിഞ്ഞാൽ അവർ തന്നെ സെൻറ്റൻസുകൾ എഴുതാനും വായിക്കാനും പഠിക്കും. അപ്പോൾ നമ്മുടെ ഈ ത്രൂ ഔട്ട് ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത് എല്ലാ സബ്ജക്റ്റുകളും അവരിലേക്ക് പാട്ടിലൂടെയും കളിയിലൂടെയും എങ്ങനെ എത്തിക്കാം. പ്രധാനമായിട്ടും നമ്മുടെ മാതൃഭാഷ മലയാളം, അതിലെ അക്ഷരങ്ങളും ചിഹ്നങ്ങളുമൊക്കെ പാട്ടിലൂടെയും കഥയിലൂടെയും അവരിലേക്ക് എങ്ങനെ മനസ്സിലാക്കാം, അതിലൂടെ അവർക്ക് സെൻറ്റൻസുകൾ എഴുതാനും വായിക്കാനും സാധിക്കും. അത് എങ്ങനെ സാധ്യമാക്കുമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം വേണ്ടത് അക്ഷരങ്ങളെ അവർ പരിചയപ്പെടണമെന്നുള്ളതാണ്. അതിന് അക്ഷരങ്ങളെ നമുക്കാദ്യം പരിചയപ്പെടാം. ആദ്യം സ്വരാക്ഷരങ്ങൾ. ആ, ആ, ഇ, ഈ, ഉ, ഊ, ഇറു, എ, ഐ, ഓ, ഔ, ആ. ഇനി നമുക്ക് വ്യഞ്ജനാക്ഷരങ്ങൾ പരിചയപ്പെടാം. ക, ഇഖ, ഗ, ഇഖ, ങ, ച, ഇച്ഛ, ജ, ഇജ്ജ, ഞ,
ട, ഇട്ട, ഡ, ഇഡ, ന, ത, ഇത്ത, ദ, ഇത്ത, ന, പ, ഇഫ, ബ, ഇഫ, മ, യ, ര, ല, വ, ശ, ഷ, സ, ഹ, ള, ര, റ. ഇനി ചില്ലക്ഷരങ്ങൾ പരിചയപ്പെടാം. ഇൽ, ഇർ, ഇൻ, ഇൻ, ഇൽ. അക്ഷരങ്ങളുടെ ചിഹ്നങ്ങൾ പരിചയപ്പെടാം. ആയിക്ക് ചിഹ്നമില്ല. ആയുടെ ചിഹ്നമാണിത്. ഈയുടെ ചിഹ്നമാണിത്. ഈയുടെ ചിഹ്നമാണ് ഇത്. ഊ എന്ന അക്ഷരത്തിന്റെ ചിഹ്നമാണ് ഇത്. ഊ എന്ന അക്ഷരത്തിന്റെ ചിഹ്നമാണ് ഇത്. ഇറു എന്ന അക്ഷരത്തിന്റെ ചിഹ്നമാണ് ഇത്. എ എന്ന അക്ഷരത്തിന്റെ ചിഹ്നമാണ് ഇത്. എ എന്ന അക്ഷരത്തിന്റെ ചിഹ്നമാണ് ഇത്.
ഐ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നമാണ് ഇത്. ഓ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നമാണ് ഇത്. ഓ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നമാണ് ഇത്. ഔ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നമാണ് ഇത്. അമ്മ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നമാണ് ഇത്. ആ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നമാണ് ഇത്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മലയാള അക്ഷരങ്ങൾ. ഇനി കൂട്ടക്ഷരങ്ങളും മറ്റ് ചില അക്ഷരങ്ങളും പഠിക്കാനുണ്ട്. അത് തുടർന്നുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. ഈ അക്ഷരങ്ങളെല്ലാം ഉപയോഗിച്ചാണ് ഇനി സെൻറ്റൻസുകൾ എഴുതാനും വായിക്കാനും നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാ വീഡിയോസുകളും എല്ലാ ദിവസവും കാണണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.